ഹലോ ഡിയറെ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ എന്നെപ്പോഴുള്ള അമ്മമാർക്കായിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മക്കളെ ടൂർ പറഞ്ഞേക്കാത്ത അമ്മമാർക്ക് പ്രത്യേകിച്ച് അങ്ങനെ തന്നെ പറയട്ടെ. ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ. ഞാൻ മക്കളെ ടൂറൊന്നും പറഞ്ഞേക്കാറുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഇത്തിരി കുഞ്ഞും പോണാണ്ടോ ചെറുതാണ് കേട്ടോ. അത് കാരണം എനിക്ക് പേടിയായിരുന്നു ഇതിനെ അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ വെള്ളത്തിലേക്കൊന്നുമല്ല, അത് കാരണം മാള് കാണാനാന്ന് പറഞ്ഞു, ഹൈലൈറ്റ് മാള് കാണാനാന്ന് പറഞ്ഞ കാരണം ഞാനത് വിട്ടുവിട്ടാം. പിന്നെ ചെറിയ ആളാണ് കേട്ടോ വാശി, അമ്മ എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ പിന്നെ പോകണം തന്നെയാണ്. അപ്പോൾ പിന്നെ അത് വിട്ടുവിട്ടാ. അപ്പോൾ ചെറിയ ആൾ പോകണോണ്ടിട്ട് പിന്നെ വലിയ ആളെ പറഞ്ഞേക്കാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വലിയ ആളെയും വിട്ടുവിട്ടാം. അപ്പോൾ ആദ്യം ചെറിയ ആൾക്ക് ടൂറും പിറ്റത്തെ ദിവസമായിരുന്നു കേട്ടോ മൂത്താൾക്കും ടൂറും. ഇത് കലോത്സവം നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെയായിരുന്നു. അതിന് ക്ലാസ് ഒന്നും മിസ്സായിട്ടില്ല നമുക്ക്. അപ്പോൾ ഇവർ പോയി എൻജോയ് ചെയ്യുന്ന വീഡിയോസൊക്കെ ടീച്ചേഴ്സ് നമുക്ക് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചെറിയൊരു തിരക്കുണ്ടായിരുന്ന കാരണം ഈ ചെറിയ ആളെ ഞാനല്ല സ്കൂളിൽ ഉണ്ടാക്കിയത്, പക്ഷേ പിക്ക് ചെയ്യാൻ ഞാൻ വരാടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടാണ്. അപ്പോൾ ചെറിയ ആളുടെ വീഡിയോ ഒക്കെ തലേദിവസം തന്നെ കിട്ടിയപ്പോൾ മൂത്താളിനോട് പറഞ്ഞപ്പോൾ ഞാൻ കാണട്ടെ അമ്മയും ചോദിച്ചപ്പോൾ വേണ്ട നാളെ പോയിട്ട് ടൂറിന് പോകുമ്പോൾ കണ്ടാൽ മതിട്ടാന്ന് പറഞ്ഞു. സ്കൂളിൽ നിന്ന് കേട്ടോ നമുക്ക് അവർ ട്രിപ്പിലുണ്ടാകുന്നതായിരുന്നു. സ്നാക്സും ലഞ്ചും ഒക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകണേക്കാളും കൂടുതൽ എൻജോയ് ചെയ്തിരുന്നത് അവരിപ്പോഴാണ് കേട്ടോ. അവരെ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് അവർ കളിക്കുന്നത് കാണുമ്പോഴൊക്കെ തന്നെ കേട്ടോ. നമ്മുടെ കൂടെ പോകുമ്പോൾ നമ്മുടെ കൈ പിടിച്ച് നടക്കാൻ നമുക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കുക അങ്ങനെയല്ലേ ചെയ്യാറുള്ളൂ നമ്മൾ. പിന്നെ പിള്ളേരെ ലോകം തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞത്. അതിനും ഒരാൾ മിസ് ചെയ്തിട്ട് പിള്ളേരെ ടൂർ. ഇപ്പം നമുക്ക് അവിടെ കലോത്സവം നടക്കണ കാരണം കുറച്ച് നേരം ഇവർ വരുന്ന നേരം കണ്ടിട്ട് ഞാൻ അവിടെ കലോത്സവമൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോഴേട്ടാ തിരിച്ച് വരുന്ന വീഡിയോ ടീച്ചർ ഇറങ്ങിയാൽ മനസ്സിലായിട്ട് ഈ ബസ്സിലുണ്ടാവും എന്നുള്ളത്. അപ്പം ഞാൻ ബസ്സിലേക്ക് നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ തിരയാണ് ഉണ്ടായി കാണുന്നത്. ഞാൻ രാവിലെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്നെ കണ്ട സന്തോഷമാണ് ഈ കാണുന്നത് മൊത്തം. രാവിലെ തന്നെ എന്നെ കണ്ടിട്ട് സ്കൂളിൽ പോയതും. അപ്പോൾ ആളെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് നല്ല എന്താ പറയുക, വളരെ ഹാപ്പിയിലാണ് തിരിച്ചു വന്നുള്ളത്. അപ്പോൾ ടീച്ചർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ക്ലാസ്സിൽ പോകണമെന്നാട്ടെ പറഞ്ഞിട്ട് കണ്ടിട്ട് പോണത്. ഇയാൾ വന്ന വീഡിയോ എന്നെ നേരിട്ട് എൻ്റെ അടുത്ത് വന്നു കേട്ടോ. അപ്പോൾ ടീച്ചറിന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല, എൻ്റെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രം കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. അതാണ് നമ്മുടെ വിശേഷങ്ങൾ. താങ്ക്